السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, തീർത്തും നശ്വരവും നൈമിഷികവുമായ ഈ ഐഹിക ലോക ജീവിതത്തിലെ സകല മേഖലകളിലും, വിശിഷ്യ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ഈ രാപ്പകലുകളിൽ കഴിവിൻ്റെ പരമാവധി സ്രഷ്ടാവും പ്രപഞ്ചനാഥനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വിധേയമായി തികച്ചും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവഗണിക്കപ്പെടുന്ന നന്മകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖം എന്നോണം സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് അത്യാവശ്യത്തിന് പോകേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് കൂടി അറിയുവാൻ വേണ്ടി പുതുപ്പറമ്പിനെ പറ്റി, പള്ളിയെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നുകയാണ്. കോട്ടക്കൽ എന്നുള്ള ഈ ഒരു പ്രദേശവും പുതുപ്പറമ്പും തമ്മിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധം ആണ് ഇതിനുള്ളത്. കാരണം ഞങ്ങളൊക്കെ ആദർശത്തിലേക്ക് കടന്നു വരുന്ന, അതിനുശേഷം ആദ്യമായി കാര്യങ്ങളൊക്കെ ദീനുമായി ബന്ധപ്പെട്ട് തൗഹീദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പള്ളിയിൽ നിന്നുള്ള മിമ്പറിൽ നിന്നാണ്. 22 വർഷം മുമ്പ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്ന ഞാൻ ആദ്യമായി ഇവിടേക്ക് വരുമ്പോൾ പൊന്മള അബ്ദുറഹ്മാൻ ഫാറൂഖിയാണ് ഖുത്ബ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവനും നേരത്തെ തന്നെ പള്ളിയിൽ വന്ന് ഇവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏകദേശം ഈ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, പള്ളിയും അതേപോലെ തന്നെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസയും വളരെ നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി 22ഓളം വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പറയത്തക്ക രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും സാമ്പത്തികമായ ഒരു സ്ഥിര വരുമാന മാർഗമായി പള്ളിക്ക്
യാതൊന്നുമില്ല. സ്ഥിര വരുമാനം എന്ന് പറയുമ്പോൾ ഒരു പീടിക റൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം സ്ഥിരമായി കിട്ടുന്ന ഒരു മാർഗവുമില്ല. ഇതുപോലെ റമദാനിലെ ക്ലാസ്സുകളിൽ നിന്നും കൊട്ടക്കലിൽ പ്രത്യേകമായ ചില വ്യക്തികളിൽ നിന്നും അതേപോലെ തന്നെ ഇത്തരം സംരംഭങ്ങളിൽ നിന്നുമൊക്കെയുള്ള ദാനധർമ്മങ്ങളും അതേപോലെ പ്രദേശത്തുള്ള പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും മാസവരിസംഖ്യയും മാത്രമാണ് അതിൻ്റെ ഒരു വരുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒന്നുകൂടി നിങ്ങൾ കണ്ടറിയണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നന്മ അവഗണിക്കപ്പെടുമ്പോൾ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ് നന്മ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചോ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചോ തീരുമാനിക്കപ്പെടാവുന്ന ഒന്നല്ല നന്മ എന്നുള്ളത്. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി എന്ത് പഠിപ്പിച്ചുവോ അവിടുന്ന് പറഞ്ഞതും അവിടുത്തെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു കാണിച്ചു തന്നതും അവിടുന്ന് അംഗീകാരം നൽകിയതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നന്മ എന്ന് പറയുന്നത്. തിന്മ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് വിലക്കിയോ അരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് തിന്മയുമാണ്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന കലിമത്തു തൗഹീദിനോടൊപ്പം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് കൂടി പ്രഖ്യാപിച്ചാൽ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്നതുകൂടി അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും മുസ്ലിം ആവുകയുള്ളൂ. അതിനർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചുവോ അതിന് എൻ്റെ ജീവിതം സാക്ഷിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കും. അവിടുന്ന് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ സാക്ഷ്യവാക്യത്തിൻ്റെ യഥാർത്ഥമായ താല്പര്യം. നമുക്കറിയാം, സലഫികളായ അല്ലെങ്കിൽ മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത് എന്നിവയെക്കുറിച്ച് അതിന് എതിരിൽ വളരെ ശക്തമായി ശബ്ദമുയർത്തുന്ന, അതിനെതിരിൽ വളരെ ശക്തമായ സമരം നടത്തുന്ന ഒരേ ഒരു വിഭാഗം എന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണുള്ളത്. നമുക്കൊക്കെ അറിയാം, ഒരു വിഷയം, ഒരു കാര്യം ബിദ്അത്താണ് എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ ശിർക്കാണ് എന്ന് മനസ്സിലായാൽ അത് നമ്മൾ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ ശക്തമായി എതിർക്കുകയും അതിനുവേണ്ടി സ്റ്റേജ് കെട്ടുകയും അത് പൊതു പ്രഭാഷണമായും അല്ലാതെയൊക്കെയായും നിർവഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു കാണിക്കുന്ന ഒരു താല്പര്യം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ അല്ലെങ്കിൽ പകർത്തുവാൻ, കൊണ്ടുവരുവാൻ പലപ്പോഴും ആ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, നന്മകൾ അവഗണിക്കപ്പെടുന്ന നന്മകൾ എന്നുള്ള വിഷയം വളരെ പ്രസക്തമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായും ഇത്തരം നന്മകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ അശ്രദ്ധവാന്മാരായിട്ടോ ഒക്കെ അവഗണിക്കപ്പെടുന്ന ധാരാളം നന്മകളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെ നമുക്കറിയുന്നവ തന്നെ നമ്മളിൽ നിന്ന് അവഗണിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ബിദ്അത്തിനെ എത്രമാത്രം ശക്തമായി നമ്മൾ എതിർക്കുന്നുവോ അതിനേക്കാൾ താല്പര്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാലിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം, ചില ന്യായങ്ങളാണ് പലരും പറയാറുള്ളത്. അതായത്, ഇന്ന പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന കിതാബിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയും ഉണ്ടല്ലോ ചില അഭിപ്രായങ്ങൾ എന്നിങ്ങനെ ന്യായങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. അതല്ലെങ്കിൽ ഞാൻ മുമ്പേ ശീലിച്ചു വന്നത് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ന്യായമൊക്കെയാണ് ചിലപ്പോൾ അത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പറയാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ സുന്നത്തുകൾ അല്ലെങ്കിൽ ചര്യകൾ നമ്മൾ അവഗണിക്കുകയോ അല്ലെങ്കിൽ കരുതിക്കൂട്ടി ബോധപൂർവം നിരാകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചര്യകൾ ചെയ്യുന്നവരെ പരിഹസിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല എന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം കൃത്യമായി ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരം പ്രവാചകന്റെ ചര്യകളെ അല്ലെങ്കിൽ നന്മകളെ അവഗണിക്കുന്ന ആളുകളുമായി സ്വഹാബത്തിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. സ്വഹാബത്ത് അത്തരം ആളുകളെ അവഗണിച്ചിരുന്നു. അവരെ
കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു, ബഹിഷ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണം. ഒരു നിമിഷം പോലും നരകത്തിൽ പ്രവേശിക്കാനും പാടുള്ളതല്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. കുറെ കാലം നരകത്തിൽ കിടന്ന് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. എന്നാൽ അങ്ങനെ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ നേരിട്ട് പ്രവേശിക്കണം. അതും ഹിസാബും അദാബും ഇല്ലാതെ പ്രവേശിക്കുന്ന 70,000 ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്ന ആ ഒരു ചിന്ത തന്നെ, ഉറച്ച ചിന്ത തന്നെയാണ് നമുക്ക് വേണ്ടതും. അതിന് തന്നെയാണ് റബ്ബിനോട് നമ്മൾ തേടേണ്ടത്. അള്ളാഹു അത്തരം യഥാർത്ഥ ആളുകളുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു സ്വർഗം കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പല ബന്ധങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ പലതിനെയും നമ്മൾ ഒഴിവാക്കിയത് ഇവരെ കൂടെ കൂട്ടിയാൽ എൻ്റെ പരലോകം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. പലരുടെയും അതൃപ്തി കരസ്ഥമാക്കേണ്ടി വന്നത് ഈ ഒരു നിലപാട് നമുക്കുണ്ടായത് കൊണ്ടാണ്. സ്വർഗം കരസ്ഥമാക്കണം, ഒരിക്കലും അത് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, ഒരു അബ ഒഴികെ, വിസമ്മതിച്ചവൻ ഒഴികെ. സ്വഹാബിമാർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഈ വിസമ്മതിച്ചവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നു. വമൻ അസാനി ഫഖദ് അബ, എന്നെ ആര് ധിക്കരിച്ചുവോ അല്ലെങ്കിൽ എന്നെ ആര് അനുസരിച്ചില്ലയോ അവനാകുന്നു അബ എന്ന് പറഞ്ഞാൽ ഈ വിസമ്മതിച്ചവൻ. പ്രവാചകന്റെ ചര്യ ഇങ്ങനെയാണെന്ന് മനസ്സിലായതിനു ശേഷം അത് ഉൾക്കൊള്ളുവാൻ വിസമ്മതിച്ചവൻ അവൻ അബയാണ്, വിസമ്മതിച്ചവനാണ്, അവന് സ്വർഗത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയാൽ മാത്രമേ, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതിനെന്താണ് മാർഗമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം, എന്നെ പിന്തുടർന്ന് ജീവിക്കണം. ഞാൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഞാൻ എങ്ങനെ പറഞ്ഞുവോ എങ്ങനെ കാണിച്ചു തന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എങ്കിൽ യുഹ്ബുബുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. മാത്രമല്ല യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവരും കാരുണ്യവാനുമാകുന്നു എന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കണമെങ്കിലും വേണം പ്രവാചകന്റെ ചര്യകൾ നമ്മൾ ഇത്തിബാഅ് ചെയ്യുക, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ കൃത്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇത്തിബാഅ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായും കണിശമായും പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നതാണെന്ന് ബോധ്യമായതിനു ശേഷം കരുതിക്കൂട്ടിക്കൊണ്ട് ബോധപൂർവം മറ്റു ഭൗതികപരമായ ഏതെങ്കിലും കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങളുടെ ഇച്ഛ അതിനെ പിൻപറ്റുന്നത് വരെ നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല. ഞാൻ കാണിച്ചു തന്നതിന് അതായിരിക്കണം ഒരാളുടെ ഇച്ഛ, ഒരാളുടെ താല്പര്യം അതായിരിക്കണം, അതിനെ പിൻപറ്റുന്നവരാവണം. മറ്റു ആരുടെ താല്പര്യവും അവിടെ വിഷയമാക്കാൻ പാടുള്ളതല്ല. പ്രവാചകൻ അങ്ങനെയാണോ എങ്കിൽ ഞാൻ അങ്ങനെ. ഇന്ന് നമുക്കൊക്കെ അറിയാം, ചില ആളുകളോട് വ്യക്തമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണല്ലോ ഇത്, അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു നന്മയാണല്ലോ ഇത്, അതിനൊരു സംശയവുമില്ലല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അത് ജീവിതത്തിൽ പാലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് മറുപടി ഉള്ളത്, അത് എനിക്കത്ര ഇഷ്ടമില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത്തരം ആളുകളുടെ ഇഷ്ടാനിഷ്ടമല്ല നമ്മൾ ഈ വിഷയത്തിൽ നോക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതാണോ പഠിപ്പിച്ചു തന്നതാണോ മറ്റൊരാളുടെയും ഇഷ്ടങ്ങൾ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമാണ് വേണ്ടത് എന്ന നിലപാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അവിടെയാണ് വിശ്വാസികളായ നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചുവോ, ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനമെടുത്തുവോ, പ്രവാചകൻ എന്ത് തീരുമാനമെടുത്തുവോ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരാളുടെയും തീരുമാനത്തിന് ഒരു പ്രസക്തിയുമില്ല.
ഒരു വിശ്വാസിക്ക് അങ്ങനത്തെ നിലപാടുണ്ടായിരിക്കാൻ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലൂടെ പറഞ്ഞു അല്ലാഹു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടുള്ളതല്ല, ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവും അവന്റെ റസൂലും വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഒരു ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളത്, സ്വന്തം കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിനോ മുഅ്മിനത്തിനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നത് പക്ഷം യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ضل ضلالا മുബീന, ആര് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുവോ, അനുസരണക്കേട് കാണിച്ചുവോ, അവൻ വ്യക്തമായ വഴികേടിലാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലൂടെ. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക, കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. വിരോധിച്ച കാര്യങ്ങളാണെങ്കിൽ പരിപൂർണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇദാ അമർതുകും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെക്കൊണ്ട് കഴിവിന്റെ പരമാവധി, റസൂലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി നമ്മൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, പല സുന്നത്തുകളും നമ്മൾ അവഗണിക്കുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ഇഷ്ടമില്ല. ജമാഅത്ത് നമസ്കാരം പോലും ഓഫീസിലുള്ള ആളുകൾക്ക് അത് അതൃപ്തിയാണ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്ന, മറ്റു ഒരു അസൗകര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ പോകാം, കൃത്യമായ സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാം, തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് എന്നൊക്കെ അറിയാമെങ്കിലും പക്ഷെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രയാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇത് സുന്നത്താണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, റസൂലുള്ളാഹി എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി ബോധ്യമായിട്ട് പോലും ചില ആളുകൾ മാറ്റിവെക്കുന്നത് അത്തരം ചിന്തകളോട് കൂടെയാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, നന്മകളായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. മാത്രമല്ല, അതിനെ അവഗണിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് വമ്പിച്ച പ്രതിഫലങ്ങളാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു നന്മ നമ്മൾ അവഗണിക്കുമ്പോൾ അത് നിസാരമായ കേവലം ഒരു നന്മ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാവുന്നതല്ല. വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന നന്മകളാണ് നമ്മൾ ഇത്തരം ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ താടിയുടെ വിഷയം, നമ്മൾ ആരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുക എന്നല്ല, കാര്യം വസ്തുനിഷ്ഠമായി പറയുക എന്ന് മാത്രം. താടിയുടെ വിഷയം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും. ഈ അതിന്റെ വലുപ്പ ചെറുപ്പത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അതിലേക്ക് പ്രവേശിക്കല്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായും പഠിപ്പിച്ച ഒരു സുന്നത്താണ് താടി വളർത്തുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും താടി വടിച്ചിട്ടില്ല. അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. നമുക്ക് അറിയാത്ത ഒരു വിഷയമല്ല താടി വളർത്തുക എന്നുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും അത് നിങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാം. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട്, ബഹുദൈവ വിശ്വാസികളോട് എതിരാവണം. വ അഹ്ഫുശ് ശവാരിബ്, നിങ്ങൾ മീശ ചെറുതായി വെട്ടണം. വ ഔഫുൽ ലിഹ, നിങ്ങൾ താടി വളർത്തുകയും ചെയ്യണം. മറ്റൊരു റിപ്പോർട്ടിൽ വഫിറുൽ ലിഹ എന്ന് കാണാം, സമൃദ്ധമാക്കണം നിങ്ങൾ താടി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി വളരെ സമൃദ്ധമായിരുന്നു. ധാരാളം ഹദീസുകളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. 20ഓളം സ്വഹീഹായ ഹദീസുകളുടെ വിഷയത്തിൽ അതിലൂടെ നമുക്കത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം, ഇത് ശരിയാണ് എന്നറിയാത്തവരാരുമില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവരാരുമില്ല. എന്നാൽ ഇതിൻ്റെ ഉള്ള ന്യായം, അത് ചിലപ്പോൾ പറയും അത് ചൊറിച്ചിലാണ്, വല്ലാത്ത ചൊറിവാണ്, അസ്വസ്ഥതയാണ് എന്ന് പറയും. പക്ഷെ ഇപ്പോ മുമ്പൊക്കെ അത് അങ്ങനെ ചൊറിച്ചിലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ ചില ഈ ന്യൂജൻ ഒരു ആളുകളുണ്ടല്ലോ, അവരതൊരു പാഷനാക്കി മാറ്റിയപ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാറി. അപ്പൊ നമുക്കറിയാം, സാധാരണ പറയാറുള്ളത് തന്നെ, ഈ അടുത്തൊരു ചാനൽ ചർച്ചയിൽ ഇതുപോലെ താടി വെച്ച ഇത്തരം ഒരാളോട്, ഒരു ഫ്രീക്കനോട്, നിങ്ങൾക്കിത് ചൊറിച്ചിലില്ലേ ഇത്ര കൂടുതൽ വെച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്കല്ല ചൊറിച്ചില്, ഇത് പുറത്തുള്ള ചില ആളുകൾക്കാണ് ഇതിന്റെ ചൊറിച്ചിൽ എന്ന് പറഞ്ഞതായി കാണും. അപ്പൊ ഇത് ചൊറിച്ചിലുണ്ടായത് കൊണ്ടല്ല, അത് ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോൾ ആളുകൾക്ക് അതൊരു വിഷയമേ അല്ല. മറ്റുള്ളത് പറയാനുള്ളത്, എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമില്ല എന്നുള്ള, നേരത്തെ പറഞ്ഞതിലേക്ക് നമ്മളതൊന്ന് തട്ടിച്ചു നോക്കുക. ഒരു വിശ്വാസിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇതാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ എത്ര പ്രതിഫലം ലഭിക്കുന്ന വിഷയം. ഇങ്ങനെ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ
വേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. താടിയെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. കാരണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും പോലും നമുക്കിതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഈ ഒരു താടി രോമങ്ങൾ മുഖത്തുള്ള കാലത്തോളം നമുക്ക് ഇതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സുന്നത്ത് നമസ്കാരം അത് നിർവഹിച്ചു കഴിയുമ്പോൾ അതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി, അത് അടുത്തൊരു സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അടുത്ത നിർവഹിക്കുമ്പോൾ അത് രേഖപ്പെടുത്തി, ഇങ്ങനെ ഓരോ കർമ്മവും അതിൻ്റെതായ സമയത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ താടിയുടെ വിഷയം നോക്കൂ, അത്ര പ്രതിഫലമാണ് നമ്മൾ അവഗണിച്ച് തള്ളുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മറ്റു ചില ന്യായം എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളോട് എതിരാവാനാണ് റസൂലുള്ളാഹി അത് അങ്ങനെ പറഞ്ഞത്. മുശ്രിക്കുകളൊക്കെ താടി വെക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരോട് എതിരായാൽ മതി, ഇപ്പൊ നമുക്ക് താടി വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മുശ്രിക്കുകളെ കുറിച്ച്, ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും ഭൂരിഭാഗം ആളുകളും താടി വടിക്കുന്നവർ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ താടി വലുതും മീശ ചെറുതുമാണെങ്കിൽ നേരെ വിപരീതമാണ് ബഹുദൈവ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നേരെ വിപരീതമാണ്, താടി വടിച്ചു കളയുകയും മീശ വളരെ വലിയ കട്ടിയായി വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ആരെങ്കിലും അങ്ങനെ താടി വളർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് മറ്റുള്ള ഇതുപോലെ തന്നെ ഏതെങ്കിലും കളിക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെയോ അവരെ അനുകരിച്ചുകൊണ്ട് അവരെ ഫാൻസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുകരിക്കുന്നു എന്നതല്ലാതെ, അതല്ലെങ്കിൽ വല്ല പ്രായമനൈരാശ്യം തീർക്കാൻ ഇങ്ങനെ താടി വളർത്തുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ വല്ല നേർച്ചക്കടമുണ്ടെങ്കിൽ അങ്ങനെ വളർത്തുന്നു എന്നതല്ലാതെ വിശ്വാസികളായ ആളുകൾ എന്ന നിലക്ക് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് ഒരാളും താടി വളർത്തുന്നില്ല. ഇനി താടി അങ്ങനെ വളർത്തുന്ന അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം വല്ല സ്വാമിമാരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ താടിയും മീശയും നമുക്ക് അറിയാം അത് വേറൊരു രൂപത്തിലാണ്. അവരുടെ താടിയും മീശയും ഒരുപോലെ വളർത്തിക്കൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ചര്യക്ക് അങ്ങനെ ഒരു ന്യായം പറയാൻ, അത് മുശ്രിക്കുകളോട് എതിരാവാനാണ് എന്ന് പറയുക അതൊരിക്കലും യോജിച്ചതല്ല. ഇതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം ചില ന്യായം പറയാറുള്ളത് അത് ആദത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് അതങ്ങനെ സുന്നത്തായി മാറില്ല. ആദത്തും സുന്നത്തും നമുക്കറിയാം അത് വേറെ വേറെ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാവരും ചെയ്തിരുന്ന അവരുടെ നാട്ടുനടപ്പ് എന്നുള്ള രൂപത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ആദത്ത് എന്നാണ് പറയാം. എന്നാൽ അത്തരം ആദത്തായ കാര്യങ്ങൾ സുന്നത്താവണമെങ്കിൽ പ്രവാചകൻ അതിനോടൊപ്പം അത് കൽപ്പിക്കുക കൂടി ചെയ്യണം. അങ്ങനെ കൽപ്പിച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ താടി. പ്രവാചകൻ വഫിറുൽ ലിഹ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ അത് ചെയ്യുന്നതോടൊപ്പം അത് കൽപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നാൽ തലപ്പാവിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. അന്നത്തെ ആളുകൾ, അറബികൾ മൊത്തത്തിൽ ഇന്നും തലപ്പാവ് അത് തലപ്പാവായിട്ടും അല്ലാതെ തട്ടമായിട്ടും ഒക്കെ ഉപയോഗിച്ചു വരുന്നു. അത് ആദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൽപ്പിച്ചതായി സ്വഹീഹായ ഒരു ഹദീസിലുമില്ല. അത് കൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളത് സുന്നത്തല്ല എന്ന് പറയുന്നത്. അത് ആദത്ത് എന്ന നിലക്ക് ആർക്കെങ്കിലും സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. അറബി സംസാരിക്കൽ സുന്നത്താണ് എന്ന് ഇതുവരെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായിരുന്നു സംസാരിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യൽ സുന്നത്താണ് എന്ന് പറയാറില്ല. അത് അറബികളുടെ ആദത്തായിരുന്നു. എന്നതുപോലെയല്ല ഈ സുന്നത്ത്. പ്രവാചകൻ ആദത്തിൽ പെട്ടത് തന്നെ പ്രവാചകൻ കൽപ്പിക്കുമ്പോൾ സുന്നത്താവും. അതിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ താടി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. 24 മണിക്കൂർ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ്, ഒരു നന്മയാണ് ഇത് എന്നത് നമ്മൾ തിരിച്ചറിയും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹം അത് അവഗണിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിൽ ശ്രദ്ധിക്കുക. അത് എത്ര വലുപ്പം വേണമെന്നോ അല്ലെങ്കിൽ അത് സ്വഹാബിമാരിൽ ഒക്കെ ഇങ്ങനെ പിടിച്ച് അതിന്റെ ശേഷമുള്ളത് വെട്ടിയിരുന്നു, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. ഏതായിരുന്നാലും അത് താടി വടിക്കുക എന്നുള്ളത് ഇപ്പോ ഫിഖഹിന്റെ പണ്ഡിതന്മാർ പോലും അത് ഹറാമിന്റെ കറാഹത്താണ്, അതിലേക്ക് എത്തുന്ന കറാഹത്താണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകന്റെ ചര്യ നമ്മൾ അവിടെ പൂർണ്ണമായും ആ ഒരു നന്മ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ധാരാളം നന്മകൾ അവഗണിക്കുന്നുണ്ട്. ഇപ്പോ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മറ്റൊരു ഹദീസിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, 5 എണ്ണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നമുക്കൊക്കെ അറിയാം, സലാം പറയുക എന്ന് പറഞ്ഞു. ഇദാ ലഖീതും ഫസല്ലിം അലൈഹി, നിങ്ങൾ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. അപ്പൊ സലാം പറയുന്നത് നമുക്കൊക്കെ അറിയാം, സാധാരണ സലാം പറയാറുണ്ട്, എല്ലാവരും സലാം പറയാറുണ്ട്. പക്ഷെ സലാം പറയുന്ന രൂപത്തിൽ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന പല മേഖലകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ
സ്നേഹം വർദ്ധിക്കും. അഫ്ഷുസ്സലാമ ബൈനക്കും, സലാം നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണമെന്നാണ്. ഇത് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്കും അറിയാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ സലാം പറയുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. പ്രവാചകൻ ചെറിയ കുട്ടികളോട് സലാം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കാണുന്നവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കൊക്കെ അറിയാം, ഇത് പരിചയമുള്ളവരോട് മാത്രമാണ് സലാം പറയുന്നത്. അത് അവിടേക്ക് മാത്രം ഒതുക്കി പരിചയമുള്ളവരോട് മാത്രമാണ് സലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതായ ഒരു കാര്യമായി പറഞ്ഞത് പരിചയമുള്ളവർക്ക് മാത്രം സലാം ചുരുങ്ങുന്ന ഒരു അവസ്ഥ വരുമെന്നാണ്. അവിടേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, സലാം പറയുമ്പോൾ തന്നെ ആ ആളെയും അതേപോലെ തന്നെ ആളുടെ സ്ഥാനമാനങ്ങളൊക്കെ നോക്കിയിട്ട് സലാം പറയുന്നതിനും മടക്കുന്നതിനൊക്കെ ഒരു വ്യത്യാസം നമുക്ക് കാണും. അസ്സലാമു അലൈക്കും എന്ന് പറയും സാധാരണ ഒരാൾ കാണുമ്പോൾ. അത്യാവശ്യം സാമ്പത്തികമായി വരുന്ന ആളാണെങ്കിൽ അസ്സലാമു അലൈക്കും ആ ശബ്ദത്തിലും ശൈലിയിലും ഒക്കെ മാറ്റമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ട അഭിവാദ്യം എന്നതിനപ്പുറത്തേക്ക് മഹത്തായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ എല്ലാ ഭാഗവും ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഇനി മാത്രമല്ല, ഇത് വ്യാപിപ്പിക്കുമ്പോൾ എത്രമാത്രം ഇത് വ്യാപിപ്പിക്കണം, എപ്പോഴൊക്കെ ഇത് പറയണം, നമ്മൾ എത്രമാത്രം അത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വിദേശ നാടുകൾ, സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞ് 2 വർഷം 3 വർഷം നിന്ന് വന്നാൽ അവരിൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്ന ഒരു മാറ്റം ഇതാണ്. കാണുമ്പോൾ ഒക്കെ അവർ സലാം പറയും. അത് അവിടുത്തെ ഒരു ശീലമാണ്, അത് അറബികളുടെ ഒരു ശീലമാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു സലാം പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ പുറത്തേക്കൊന്ന് പോയി ഇവിടെ സലാം പറഞ്ഞ് കയറിയ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയി, വീണ്ടും അവൻ കയറി വന്നപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. അതേപോലെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേറൊരു കോള് വന്നു, വീണ്ടും അവന് പോയി പുറത്തേക്ക് പോയി വന്നു വീണ്ടും സലാം പറഞ്ഞു. നമ്മൾ പറയും എന്താ ഒരു നെലിയും വരില്ലാത്തൊരു സലാം, ഇതെന്താ സലാം കൊണ്ട് കളിക്കാന്നൊക്കെ പറയും. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു കണക്ക് വെച്ചു. ഇദാ ലഖിയ അഹദുകും അഖാഹു ഫൽയുസല്ലിം അലൈഹി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ സഹോദരനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ അവനോട് സലാം പറയണം. എന്നാൽ ഫൈൻ ഹാലത ബൈനഹുമാ ശജറതൻ ഔ ജിദാറൻ, നിങ്ങൾക്കിടയിൽ വല്ല മരമോ അല്ലെങ്കിൽ ചുമരോ മറയിട്ടാൽ സുമ്മ ലഖിയഹു ഫൽയുസല്ലിം അലൈഹി, പിന്നെ അവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവനോട് സലാം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം, വലിയൊരു നന്മയാണ്, ഒരു പ്രാർത്ഥന നിർവഹിക്കുന്ന വിഷയമാണ്, ഒക്കെ നമുക്കൊക്കെ അറിയാം. നമ്മൾ ഇവിടെ നിന്ന് സദസ്സിൽ നിന്ന് എഴുന്നേറ്റു ഒരു മതിലോ അല്ലെങ്കിൽ മരത്തിനോ മറിഞ്ഞു വീണ്ടും അവൻ തിരിച്ചു വരികയാണെങ്കിൽ അവന് സലാം പറയണം. സലാം പറയുമ്പോൾ നമ്മൾ തിരിച്ചു മടക്കുകയും ചെയ്യണം എന്നർത്ഥം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നത് കൂടി അല്പം വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതും വിശ്വാസികളായ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കതൊരു വിഷയമല്ലാതായി തോന്നുന്നുവെങ്കിലും നമുക്കൊക്കെ നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഈ ഒരു സംബോധന, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള മതസ്ഥരുടെയോ വിഭാഗങ്ങളുടെയോ അഭിസംബോധന പോലെയല്ല. ഏത് സന്ദർഭത്തിലും ആരോടും എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സംബോധനയാണ്, ഒരു പ്രാർത്ഥനയാണ്. ബാത്റൂമിൽ നിൽക്കുമ്പോൾ അത് പാടില്ല, അത്തരം ചില സന്ദർഭങ്ങൾ വിലക്കിയിട്ടുണ്ടെങ്കിലും അല്ലാത്ത ഏത് സന്ദർഭങ്ങളിലും ദുഃഖമുള്ള ആളോടും സന്തോഷമുള്ള ആളോടും ഒക്കെ നമുക്ക് പറയാൻ പറ്റും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാവട്ടെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ നമുക്ക് ഇത്തരം എല്ലാ സന്ദർഭങ്ങളിലും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇസ്ലാമിന്റെ സംബോധന രീതി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥനയാണ് ഈ നിർവഹിക്കുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവഗണിക്കുവാൻ സാധിക്കുകയില്ല. ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ അവനോട് സലാം പറഞ്ഞില്ല. അതെന്ത് കാരണം? അവൻ എന്നോട് സലാം പറഞ്ഞില്ല. അപ്പൊ എന്നോട് സലാം പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് ഞാൻ അവനോട് സലാം പറയാറില്ല. അതിനല്ല വിശ്വാസികളായ നമ്മൾ നിൽക്കേണ്ടത്. മറിച്ച് അവൻ എന്നോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അവനോട് ആദ്യം സലാം പറയണം. പ്രത്യേകിച്ച് പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആളുകൾ തമ്മിൽ, മുസ്ലിമായ 2 സഹോദരന്മാർ തമ്മിൽ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിൽക്കുന്ന സഹോദരന്മാർ അവൻ പരസ്പരം കണ്ടുമുട്ടും. ഒരാൾ അങ്ങോട്ട് മുഖം തിരിക്കും, മറ്റൊരാൾ ഇങ്ങോട്ട് മുഖം തിരിക്കും. അവരിൽ ഏറ്റവും ഉത്തമൻ സലാം കൊണ്ട് തുടങ്ങുന്നവനാകുന്നു. സലാം കൊണ്ട് തുടങ്ങുന്ന ആൾക്ക് പ്രധാനമായ പ്രത്യേകമായ സ്ഥാനമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധമുള്ള ആള് ജനങ്ങളിൽ, അങ്ങനത്തെ ആള് എന്ന് പറയുന്നത് മൻ ബദഅ ബിസ്സലാം, സലാം കൊണ്ട് ആരംഭിക്കുന്നവരാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ഈ ഒരൊറ്റ സലാം കൊണ്ട് ഒരു പക്ഷെ തന്റെ ജീവിതത്തിൽ ഈ ലോകവും പരലോകവും രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ ചെറിയ ഒരു അവഗണന മാത്രമാണ് അവിടെ ഉള്ളത്. 10, 15, 20 വർഷം പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠാനന്ദന്മാരും ഉമ്മ പെങ്ങന്മാരും അതേപോലെ തന്നെ എളാപ്പ മൂത്താപ്പന്മാരും ഒക്കെ എത്രയോ നമ്മുടെ സമുദായത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട് ബിദ്അത്തിനെതിരെ ശക്തമായി നിലകൊണ്ട് സുന്നത്ത് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലുണ്ട്.
അവിടെ ഒരു അസ്സലാമു അലൈക്കും എന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു സംബോധന മാത്രം വേണ്ടിവരികയുള്ളൂ. നമുക്കറിയാം, ഈ അടുത്തൊരു കുടുംബത്തെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. 20 വർഷത്തോളമായി തൊട്ട അയൽവാസികളായി താമസിക്കുന്ന ജ്യേഷ്ഠന്റെയും അനുജന്റെയും കുടുംബം, അവര് തന്റെ പിതാവിന്റെ സ്വത്ത് വീതം വെച്ച ആ ഒരു സന്ദർഭത്തിലുണ്ടായ ചെറിയ വാക്കുതർക്കങ്ങൾ ജ്യേഷ്ഠന്റെ സംസാരത്തിൽ ഒരല്പം വർദ്ധിച്ചത് കൊണ്ട് തന്നെ അവിടെ മുതൽ പിണങ്ങിയതാണ്. 20 വർഷമായി അവൻ സംസാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ സലാം പറഞ്ഞ് തുടങ്ങുന്നവനാണ് ഏറ്റവും അള്ളാഹുലേക്ക് ബന്ധമുള്ളത് എന്ന ഒരു തിരിച്ചറിവ് കിട്ടിയ അനുജൻ തീരുമാനിച്ചത് എങ്ങനെയെങ്കിലും നന്നാവണം. അത് മാത്രമല്ല, പിണക്കത്തിന്റെ കാര്യം നമ്മൾ സാന്ദർഭികമായി ഒന്നുകൂടി മനസ്സിലാക്കണം. നമ്മൾ എത്ര നോമ്പനുഷ്ഠിച്ചിട്ടോ ജക്കാത്ത് കൊടുത്തിട്ടോ നിസ്കരിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല തന്റെ സഹോദരന്മാർക്കിടയിൽ പിണക്കമുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ അടിമകളുടെയും കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാളൊഴികെ, അതായത് അവന്റെയും തന്റെ സഹോദരന്റെയും ഇടയിൽ പിണക്കമുണ്ട്, അത്തരം ആളുകൾക്കൊഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഗ്ഫിറു ലികുല്ലി മുസ്ലിമിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അള്ളാഹുവിന് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത എല്ലാ മുസ്ലിമിനും അള്ളാഹു പുറത്തു കൊടുക്കും, ഒരാൾക്കൊഴികെ. ആരാണ് അവൻ? അവന്റെയും തന്റെ കൂട്ടുകാരന്റെയും ഇടയിൽ ഷഹ്നാ, വിദ്വേഷമുണ്ട്, പകയുണ്ട്, അല്ലെങ്കിൽ പിണക്കമുണ്ട്. അത്തരം ആളുകളുടെ വിഷയത്തെക്കുറിച്ച്, കാര്യത്തെക്കുറിച്ച് ഫയഖൂലുല്ലാഹു, അല്ലാഹു പറയും, ദഉ ഹാദൈനി യസ്തലിഹ, അവർ രണ്ടാളും നന്നാകുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ മാറ്റിവെക്കൂ എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരുക പോലുമില്ല. പിന്നല്ല അള്ളാഹു അത് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമ്മളറിയാം. അള്ളാഹുവിലേക്ക് ഉയരുക പോലുമില്ല. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു ഫലവും ഇല്ലാതായി പോകുന്ന വളരെ ഗൗരവപരമായ വിഷയമാണ് ഈ പിണക്കം എന്നുള്ളത്. അവിടെ നമുക്കൊക്കെ അറിയാം, ഈ 20 വർഷത്തിന് ശേഷം ഒരു ദിവസം ഈ ഒരു അനുജൻ തന്റെ വീട്ടിലേക്ക് ഗേറ്റ് തുറന്ന് കയറി വരുന്നു. കുടുംബക്കാർ അഥവാ ജ്യേഷ്ഠന്റെ കുടുംബം മുഴുവൻ, മക്കളും ഭാര്യയും അടക്കം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വളരെ അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. എന്തിനാണ് ഇപ്പൊ കുഞ്ഞിപ്പ ഈ സമയത്ത് ഇങ്ങനെ വരുന്നത്? അവരൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുക, എന്തെങ്കിലും സംഭവിക്കും, ഒന്നുകിൽ അന്നത്തെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ തീർക്കാനായിരിക്കും എന്നൊക്കെ. പക്ഷെ ആ കുഞ്ഞിപ്പ ചെയ്തത് അസ്സലാമു അലൈക്കും, ജ്യേഷ്ഠനോട് കൈ കൊടുത്ത് സലാം പറഞ്ഞു. പക്ഷെ ആ ജ്യേഷ്ഠൻ അങ്ങനെ ഒരു സന്ദർഭം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ അവനെ കെട്ടിപ്പൊടിച്ച് അവിടെ പൊട്ടിക്കരഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 20 വർഷത്തെ പിണക്കം തീർന്നത് ഒരു അസ്സലാമു അലൈക്കും എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഇതുവരെ ജ്യേഷ്ഠൻ വിചാരിച്ചു അവൻ അവനല്ല നന്നാവേണ്ടത്. അനുജൻ വിചാരിച്ചു അവന്റെ അടുത്തല്ല കൂടിയത്, അതുകൊണ്ട് അവൻ നന്നാവട്ടെ, അവനാണത് ഉണ്ടാക്കിയത് എന്ന ആ ഒരു ചിന്തയിൽ. പക്ഷെ ഒരു സലാം, അതാണ് നമ്മൾ നിസ്സാരമായി കാണരുത് എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പോ അത്തരം ആദ്യമായി നമ്മൾ തുടങ്ങുക, അവൻ ചൊല്ലട്ടെ എന്നതല്ല, നമ്മൾ അങ്ങോട്ട് ചൊല്ലി അള്ളാഹുവിന്റെ അടുത്ത ആളുകളായി മാറുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ സലാമിന്റെ വിഷയം. നമ്മൾ ഇങ്ങോട്ട് നൽകിയതിൽ നിന്നൊരല്പം അങ്ങോട്ട് കൂട്ടി നൽകണം, അത്രയെങ്കിലും നൽകണം. നിങ്ങളോട് ആരെങ്കിലും സംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ, അഭിവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനേക്കാൾ മെച്ചമായത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. മെച്ചം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 നന്മയാണുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 നന്മയാണുള്ളത്. നമ്മൾ സലാം അടക്കാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആളോട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി നമ്മൾ 10 കൂടി കൂട്ടി 20 ആക്കി കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളൊരല്പം കൂടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ ബർക്കത്ത് കൂടി നിന്നിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് 30 ഗുണം, 20 നമ്മുടെ വകായിട്ട്, അല്ലെങ്കിൽ 10 നമ്മുടെ വകായിട്ട്. ഇനി അതൊന്നുമില്ലെങ്കിൽ അതെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അവഗണിക്കരുത് ഒരിക്കലും. ഒരാൾക്ക് കൂടുതൽ കിട്ടട്ടെ, നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും. ഇതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, സലാം പറഞ്ഞേക്കുന്ന ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. സാധാരണ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ അങ്ങാടിയിൽ നിന്ന് ഒരു മകനെ കണ്ടു, മോനെ നിന്റെ ഉപ്പാനോട് എൻ്റെ ഒരു സലാം പറയണം, ഞാനും ഉപ്പയൊക്കെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ അത് മോൻ വീട്ടിലേക്ക് പോയി, ഉപ്പ നിങ്ങളോട് ഇന്ന ആള് സലാം പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. വീട്ടിൽ നിന്ന് സ്ത്രീകൾ നമ്മൾ പറയാറുണ്ട്, ഉമ്മാനോട് കാണുമ്പോൾ സലാം പറയണട്ടാ, പറയണട്ടാ, ആ സലാം പറഞ്ഞു, അവിടെ പോയിട്ട് സലാം പറഞ്ഞു. പക്ഷെ ഇവിടെ സലാം നടന്നിട്ടില്ല, ഈ ഒരു പ്രാർത്ഥന നടന്നിട്ടില്ല. അതിന് പകരം മോനെ ഞാനും നിന്റെ ഉപ്പൊക്കെ കൂടെ പഠിച്ചതാണ്, അതുകൊണ്ട് നിന്റെ ഉപ്പാനോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. അതേപോലെ മകൻ പോയി പറഞ്ഞു, ഉപ്പ ഇന്ന ആളിനോട് നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഅലൈക വഅലൈഹി സലാം,
നിനക്കും അദ്ദേഹത്തിനും ഒക്കെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അവിടെ വലിയ പ്രാർത്ഥനയാണ് നടന്നത്. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സലാം വ്യാപിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് സലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊരു നന്മയാണ്, വലിയൊരു നന്മയാണ്, ഒരിക്കലും അവഗണിക്കാവുന്ന ഒന്നല്ല എന്നത് നമ്മൾ തിരിച്ചറിയാം. ഇതേപോലെ തന്നെ മറ്റു ഓരോ ബാധ്യതകളെ കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാം, രണ്ടാമത്തെ ബാധ്യതയായി ഇദാ ദഅാക ഫഅജിബ്ഹു എന്നാണ്. നിന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ ഉത്തരം നൽകണം. ഇവിടെ നമുക്കറിയാം, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ ബാധ്യതയായി പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ചില ആളുകൾ വളരെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ച് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷണം, ആര് ക്ഷണിച്ചാലും എന്തിനെ ക്ഷണിച്ചാലും, മൗലൂദിനായിരുന്നാലും റാത്തീബിനും കുത്തുബയ്യത്തിനും അതേപോലെ തന്നെ ഏത് കാര്യത്തിനും ക്ഷണിച്ചാലും പോകും. അങ്ങനെയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഭക്ഷണത്തിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ ചോറല്ല അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായീകരണം. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയോടെ തന്നെ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നതാണ്. ഇദാ ദഅാക ഫഅജിബ്ഹു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നതല്ല, നിന്നെ ക്ഷണിച്ചാൽ ഇജാബത്ത് നൽകണം, ഉത്തരം നൽകണം എന്നാണ്. എന്ന് വെച്ചാൽ ഉത്തരം നൽകാൻ രണ്ട് ഉത്തരമുണ്ട്, ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ അതെ എന്ന് രണ്ട് ഉത്തരം നൽകാം. ഇന്ന ഈ ഒരു വിഷയത്തിന് ഞാൻ പോകാറില്ല, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്, ബിദ്അത്താണത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അത് ഷിർക്കാണ്, അത് തൊയ്യിബല്ല, ഹലാലല്ല. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു ഭക്ഷണത്തിന് പോകാറില്ല എന്ന് ഇജാബത്ത് അവന് നൽകിയാൽ നമ്മുടെ ബാധ്യത തീർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇജാബത്ത് നൽകുക എന്നതാണ് നമ്മൾ ബാധ്യതയായി കണക്കാക്കേണ്ടത്. ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം, ഇപ്പോ ഒരു ദിവസം തന്നെ 2-3 പ്രോഗ്രാമുകൾക്ക് ആളുകൾ നമ്മളെ ക്ഷണിക്കും. ഞായറാഴ്ചകളിൽ നമുക്കറിയാം ഒന്നിലധികം വിവാഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ 3 ആളുകളിൽ നമ്മളിങ്ങനെ കണക്ക് കൂട്ടും, എവിടെ പോയാലാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം, ഐറ്റംസ് കൂടുതൽ ഉണ്ടാവുക, അവിടേക്കാണ് നമ്മൾ പോവുക സാധാരണ ഉള്ളത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തന്ന നന്മ എന്ന് പറയുന്നത്, ആദ്യം ആരാണോ ക്ഷണിച്ചത് അവിടേക്കാണ്. അത് എത്ര ചെറിയ സദ്യയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഈതു ഇലാ ഖുറാഇൻ ഔ ദിറാഇൻ ലഅജബ്തു. ഞാൻ ഒരു കുളമ്പിലേക്കോ അല്ലെങ്കിൽ തണ്ടൻകാലിലേക്കോ ആണ് ക്ഷണിക്കപ്പെടുന്നത് എങ്കിൽ, അതായത് ഒരാൾ വന്നിട്ട് പറയാ, പ്രവാചകൻ എന്റെ വീട്ടിൽ ഒരു കുളമ്പ് പാകം ചെയ്തിട്ടുണ്ട്, ഒരു ആടിന്റെ കുളമ്പ്, അല്ലെങ്കിൽ ഒരു തണ്ടൻകാൽ, അതുപോലൊന്നും കാര്യമായ മാംസം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ ഒരാൾ എന്നെ ക്ഷണിച്ചാൽ അജബത്തു, ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മോട് ക്ഷണിച്ച ആളാരാണോ അവിടേക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. ക്ഷണിച്ച് നമ്മൾ ആ ഒരു ഭക്ഷണത്തിന് പോവേണ്ടത്. ഇനി അല്ലാത്ത നമുക്ക് മറ്റുള്ളതിന് ശേഷം പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കോ നമുക്ക് പോകണമെങ്കിൽ ഈ ആദ്യം പറഞ്ഞ ആളുടെ പെർമിഷൻ നമ്മൾ വാങ്ങണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് അവനെ നിസാരമാക്കാൻ പാടുള്ളതല്ല. ഇനി ക്ഷണിച്ച് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, അതിന് പറ്റിയ ഭക്ഷണമൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മളുടെ പ്രവാചകന്റെ ഒരു ചര്യ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പലപ്പോഴും നമ്മളിൽ നിന്ന് അവഗണിച്ചു പോകുന്ന ഒന്നാണത്. ഒരു അൽഹംദുലില്ലാഹ് എന്ന് പോലും പറയാതെ അതിനെന്തെങ്കിലും പോരായ്മ ഉള്ള ഏതെങ്കിലും ഒരു ഭാഗം അത് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അതിങ്ങനെ പറയുന്ന ഒരു അവസ്ഥ, അതിന് പകരം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, അങ്ങനെ ഏത് പ്രാർത്ഥനയാണെങ്കിലും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നുള്ള പ്രാർത്ഥന, അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇനി ഒന്നുമില്ലെങ്കിൽ അള്ളാഹുവെ അവർക്ക് ഇനി ഖൈറും ബർക്കത്തും നൽകണമേ എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോരുക എന്നത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതും പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് രോഗസന്ദർശനം. അതേപോലെ തന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും റഹ്മക്കല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്ന മടക്കി പ്രാർത്ഥന, ഇവിടെയൊക്കെ നമുക്ക് പല അപകടങ്ങളും കാണാം. കൂടുതൽ വിശദീകരിക്കാൻ നമുക്കറിയാം, കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ ഉറക്കെ പറയില്ല, അതൊരു മടിയാണ്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചു. അഥവാ ഒരു സദസ്സിലൊക്കെ നമ്മൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ അവന് വേണ്ടി മടക്കി ഇർഹമുക്കല്ലാഹ് എന്ന് പറയേണ്ടത് അവന്റെ ബാധ്യതയാണ്. അതിലൂടെ ആ ഒരു തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ആൾക്ക് എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ് ഈ ലഭിക്കുന്നത്. ഒരിക്കലും നമ്മൾ അവഗണിക്കേണ്ട ഒരു വിഷയമല്ല അത്. അതേപോലെ തന്നെ യഹ്ദീകുമുല്ലാഹു യസ്ലിഹ് ബാലക്കും എന്ന് അവന് വേണ്ടി നമ്മൾ മടക്കി പ്രാർത്ഥിക്കണം. അതിനും നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടുള്ളതല്ല. ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു അവഗണന കാണാം. ഈ പ്രവാചക ചര്യയാണെന്നറിയാം, ഇങ്ങനെയാണ് ചര്യ എന്നറിയാം, ഇങ്ങനെയാണ് നന്മ എന്നറിയാം, അവിടെയൊക്കെ നമ്മൾ അവഗണിക്കുന്നതായി കാണാം. ഇതേപോലെ തന്നെ രോഗസന്ദർശനം നോക്കൂ നിങ്ങൾ. അതേപോലെ ജനാസയെ പിന്തുടരുക, എത്ര പ്രതിഫലമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു രോഗിയെ സന്ദർശിക്കുക, മുസ്ലിമായ തന്റെ സഹോദരൻ രോഗിയായി കിടന്നാൽ അവനെ സന്ദർശിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്.
പ്രവാചകൻ പറഞ്ഞു, ഒരാൾ രാവിലെ തന്റെ സഹോദരനെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് രോഗിയായ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വൈകുന്നേരമാണ് ഈ ഒരു ലക്ഷ്യത്തിൽ അവൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതെങ്കിൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരു നിസ്സാരമായ കാര്യമല്ല മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുക എന്നുള്ളത്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രോഗിയെ സന്ദർശിച്ചു, അവന്റെ കൂടെ ഇരിക്കുന്ന അവിടുന്ന് പിരിഞ്ഞു പോരുന്ന കാലത്തോളം അവൻ ഖുർഫത്തുൻ മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു അനുഭൂതിയിലായിരിക്കും അവനുള്ളത് എന്നത്. എന്നുവെച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ നമ്മൾ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ ലക്ഷ്യവും അതിന്റെ ഉദ്ദേശവും ഒക്കെ മറ്റൊന്നാണ്. ഇങ്ങോട്ട് വല്യമ്മ രോഗിയായി കിടന്നപ്പോൾ അവർ വന്നിട്ടുണ്ട്, നമ്മൾ പോകാൻ ഞാൻ മോശമാണ്, അതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. അല്ലെങ്കിൽ മകളെ വിവാഹം ചെയ്ത് അയച്ച അത്തരം ആളുകളുടെ വീട്ടിലാണ് രോഗിയായി കിടക്കുന്നതെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ മോളോടൊന്നും ആരും വന്നില്ലേ എന്ന് ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഫലം അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നില്ല, ഈ ഒരു കാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ നെയ്യത്തും അതേപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ദേശശുദ്ധി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ തന്നെ മരണപ്പെട്ട ആള് അനുഗമിക്കുക, ജനാസയെ അനുഗമിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതും ഇതേപോലെ തന്നെ ഈ പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല. ഒരാൾ മുസ്ലിമായ തന്റെ സഹോദരന്റെ ജനാസയെ അനുഗമിച്ച് നമസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോന്നാൽ അവന് ഒരു ഖൈറാത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മറമാടിയതിന് ശേഷമാണ് പിരിഞ്ഞു പോരുന്നതെങ്കിൽ 2 ഖൈറാത്ത് അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. സ്വഹാബിമാർ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഖൈറാത്ത്? പ്രവാചകൻ മറുപടി പറഞ്ഞത്, മിസ്ലുൽ ജബലുൽ അലിമൈൻ, 2 മഹത്തായ അഥവാ മഹാപർവ്വതങ്ങൾക്ക് തുല്യമാകുന്നു. ഉഹദ് മലയോളം തുല്യമാണ് ഒരു ഖൈറാത്ത് എന്ന് മറ്റു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. 2 മഹാപർവ്വതത്തിന് സമാനമായ ഒരു പ്രതിഫലം ലഭിക്കാനുള്ള കാര്യമാണ്. അതെനിക്ക് കിട്ടണം. ഇന്നിപ്പോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജനാസയൊന്ന് അനുഗമിച്ച് നിസ്കരിച്ച് മറമാടി പോന്നാൽ എനിക്ക് അത്രമാത്രം പ്രതിഫലം ലഭിക്കുമെന്ന് കരുതി ആ ലക്ഷ്യത്തോടു കൂടി പുറപ്പെടുന്ന ആരാണുള്ളത്? വളരെ അപൂർവമാണ്. നമ്മൾ പോയാൽ തന്നെ അത് പോകുന്നത് അത് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ആരും വന്നില്ല എന്നുള്ള മോശം. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചോദിക്കും, ഇജെന്റെ ഓൻ മരിച്ചിട്ട് പോയില്ലേ എന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അവഗണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച ഈമാനും ഇഹ്തിസാബും. ഇപ്പൊ ഈ നോമ്പിനെ കുറിച്ചും അതേപോലെ തന്നെ ഇതിലുള്ള രാത്രി നമസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാം. അവിടെയൊക്കെ നമുക്ക് പ്രത്യേകം എടുത്തു പറയുന്ന ഒന്നാണ് ഈമാനൻ വഹ്തിസാബൻ എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്തും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് കർമ്മങ്ങളാണെങ്കിലും ആ ഓരോ കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്നതും പ്രതിഫലം നൽകുന്നതും തന്റെ ഉദ്ദേശം അനുസരിച്ചാണ്, നിയ്യത്ത് അനുസരിച്ചാകുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ ആക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു നന്മയായും നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ എന്നതുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് തള്ളുന്നതായി നമുക്ക് കാണാം. ഇത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന. നമ്മളൊക്കെ നമ്മിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി, ഇത് എത്രമാത്രം അവഗണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത്. കാരണം നമ്മുടെയൊക്കെ ചിന്ത മറ്റൊന്നാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് അതിലേക്കുള്ള ഒരു ധൃതിയാണ് നമുക്കുള്ളത്. ധൃതി വേണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മറ്റുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്ന് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി നോമ്പ് തുറക്കുന്നതിന്റെ ഒരു 5-10 മിനിറ്റ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ ഒരു കാര്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സലാസത്തുൻ, 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പ്രാർത്ഥന, ലാ തുറദ്ദു ദഅവതഹും, അവരുടെ പ്രാർത്ഥനകൾ തട്ടപ്പെടുകയില്ല. എന്നിട്ട് 3 ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അൽ ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അതേപോലെ തന്നെ വസ്വാഇമു ഹീന യുഫ്തർ, നോമ്പുകാരൻ, അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനയും അള്ളാഹു തട്ടൂല എന്നതാണ്. അപ്പൊ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊന്ന് നോക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരും കിട്ടൂല. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ ശത്രുവായിട്ട് തന്നെ അവനെ കാണണമെന്നതാണ്. നമുക്ക് കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ നമുക്കതിനെക്കുറിച്ച് അറിയുമെങ്കിലും അതിനെക്കുറിച്ച് ബോധമുള്ളവരാണെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിലും ആ ഒരു സന്ദർഭം എത്തുമ്പോൾ നമ്മളെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വ്യാപൃതരാക്കി അതിൽ നിന്ന് തിരിച്ചുവിടും. ഇതാണ് പിശാചിന്റെ പ്രധാനമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് നമ്മൾ ശത്രുവായിട്ട് തന്നെ അവനെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഒരു ജിഹാദി വിഷയത്തിൽ നടത്തുമ്പോഴാണ് നമുക്ക് ആ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുക.
എന്ത് സംസാരത്തിന് ആര് വന്നാലും ഈ സമയം ഞാൻ അതിന് ചെലവഴിക്കേണ്ടതല്ല, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽന അൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ. എന്തെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ചെറിയ ചെറിയ വാക്കുകളിൽ പ്രാർത്ഥനകൾ. പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ചുരുങ്ങി. റബ്ബ് ഒരിക്കലും അത് തട്ടുകയില്ല എന്ന് റസൂലുള്ള വെറുതെ നമ്മളൊക്കെ പറയുന്നത് പോലെ പറഞ്ഞതല്ല. വ്യക്തമായ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞ കാര്യമാണത്. അതുകൊണ്ട് നമ്മൾ അവിടെ അവഗണന ഒരിക്കലും പാടുള്ളതല്ല. പ്രത്യേകം ഇന്നു മുതലെങ്കിൽ നമ്മൾ അങ്ങനെ അവഗണിക്കുന്ന സന്ദർഭവും സമയമൊക്കെ വരും. പിശാച് നമ്മൾ അതിനു വേണ്ടി തെറ്റിച്ച് കളയാനും ശ്രമിക്കും. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതേപോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യമാണ് വുളൂവുമായി ബന്ധപ്പെട്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ദിവസവും 1, 2, 3 പ്രാവശ്യവും അല്ലെങ്കിൽ 5 വഖത്തിനും ഓരോ വഖത്തിന് തന്നെ വുളൂ ഉണ്ടെങ്കിലും അത് പുതുക്കി നിർവഹിക്കുന്നവരൊക്കെയാണ് നമ്മൾ. വുളൂ എന്ന് പറഞ്ഞാൽ കേവലം അതൊരു അംഗശുദ്ധി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മഹത്തായ ഇബാദത്താണ്, ഒരു ആരാധന കർമ്മമാണ്. അതിന് കൃത്യമായ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് ആ വുളൂ പൂർണ്ണമാവുക എന്നത്. അതിന്റെ പ്രതിഫലം നമുക്കൊക്കെ അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ, അലാ മാ യംഹുല്ലാഹു ബിഹി ഖതായ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അതുമൂലം മായ്ച്ചു കളയും, വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങൾക്ക് ദറജകൾ ഉയർത്തുകയും ചെയ്യും. പാപങ്ങളൊക്കെ മായ്ച്ചു കിട്ടി ദറജകൾ ഉയർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരി, വെറുപ്പുള്ള സമയത്ത്, നമുക്ക് പ്രയാസമുള്ള സമയത്ത് വുളൂ പൂർത്തിയാക്കി ചെയ്യാം. ഇസ്ബാഹുൽ വുളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് ലഭിക്കുള്ളൂ. നമ്മളൊക്കെ വുളൂ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വുളൂ എത്രമാത്രം പൂർണ്ണമാണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം അത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പാപങ്ങൾ മായ്ച്ചു കളയുകയും ദറജകൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ ചെയ്യുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ വേണം. ഈ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കും, നമ്മുടെ വുളൂ എത്രമാത്രം പൂർണ്ണമാണോ അല്ലേ എന്ന് നമുക്കറിയാം. നിയ്യത്ത്, പലപ്പോഴും നമ്മൾ വുളൂ ചെയ്യാൻ വേണ്ടി വന്നു, ടാപ്പ് തിരിച്ച് ഏതാനും അവയവങ്ങൾ അങ്ങോട്ട് കഴുകി വളരെ 2 ഒരു അര മിനിറ്റ് കൊണ്ടൊക്കെ കഴിച്ച് പെട്ടെന്ന് പോകുന്നവരാണ് നമ്മൾ പല ആളുകളും. എന്നാൽ അതിൽ നിന്ന് മാറി വളരെ സ്ലോവില്, ഈ കൊട്ടക്കലെ സംബന്ധിച്ച് അത് വളരെ മുമ്പെന്നുള്ളതാണ്, വളരെ സ്ലോവിലാണ് ഇവിടുത്തെ വെള്ളം വരിക എന്നുള്ളത്. യഥാർത്ഥത്തിൽ വുളൂ പൂർണ്ണമായി നിർവഹിക്കാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി കൂടുതൽ വെള്ളം വരുന്ന ടാപ്പാണെങ്കിലും കുറച്ച് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിലും ഇവിടെ ഇസ്റാഫ് പാടുള്ളതല്ല. 3 പ്രാവശ്യത്തിലധികം കഴുകാൻ പാടില്ല. അത് ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണിത്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ വെള്ളം വരുന്ന ടാപ്പ് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നീയത്തോടു കൂടി ബിസ്മി ചൊല്ലി നമ്മൾ വുളൂ തുടങ്ങണം. പക്ഷെ ബിസ്മി ചൊല്ലാൻ പല ആളുകൾക്ക് സമയം ഉണ്ടാവാറില്ല. പല ആളുകളും സംസാരിച്ചു കൊണ്ടാണ് വുളൂ ചെയ്യുന്നത്. പ്രവാചകന്റെ വുളൂ എന്ന് പറഞ്ഞാൽ ബിസ്മിക്ക് ശേഷം മുൻകൈ 3 പ്രാവശ്യം കഴുകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മുൻകൈ 3 പ്രാവശ്യം വുളൂവിൽ കഴുകുന്നത് നമ്മൾ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആകെ കഴുകിയത് ഒരു പ്രാവശ്യം മാത്രമായിരിക്കും. അതിങ്ങനെ 4, 5 പ്രാവശ്യം ഇങ്ങനെ കറക്കും എന്നതല്ലാതെ അതൊരു പ്രാവശ്യമാണ്. ഇത് 3 പ്രാവശ്യമാക്കിയിട്ട് തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടോ അല്ലാതെയോ 3 പ്രാവശ്യം ആയിട്ടുണ്ട് നമുക്ക് തന്നെ അറിയുന്ന രൂപത്തിലാണ് നമ്മൾ വുളൂ ചെയ്യേണ്ടത്. അങ്ങനെ 3 പ്രാവശ്യം മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുകയും ചെയ്യണം. ഇത് നമുക്ക് അറിയാത്ത കാര്യമല്ല. വായിൽ വെള്ളം കയറ്റാറുണ്ട്, കൊപ്പിളിക്കാറുണ്ട്. മൂക്കിൽ വെള്ളം കയറ്റാറില്ല, ചീറ്റാറുമില്ല. നിങ്ങൾ ഇല്ലാൻ തക്കൂന സ്വാഇമൻ, നിങ്ങൾ നോമ്പുകാരൻ അല്ലെങ്കിൽ എന്നത് പ്രത്യേകം നമുക്ക് ആ വിഷയത്തിൽ കാണാം. നോമ്പുകാരൻ പകലിൽ അത് കയറ്റി ചീറ്റുക വേണ്ട. അല്ലാത്ത സമയങ്ങളിൽ മൂക്കിൽ വലത്തെ കൈകൊണ്ട് കയറ്റുകയും ഇടത്തെ കൈകൊണ്ട് ചീറ്റുകയും വേണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂവിന്റെ രൂപത്തിൽ നമുക്ക് കാണാം. അപ്പൊ വുളൂ പൂർത്തിയായി ചെയ്യണമെങ്കിൽ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ബാബുൽ വുളൂഇന്റെ അവിടേക്ക് എത്തണമെങ്കിൽ. അതേപോലെ തന്നെ മുഖം കഴുകുന്ന വിഷയം നമുക്കറിയാം. മുഖത്ത് വെള്ളം എടുത്തിട്ട് മുഖം കഴുകുക എന്നതാണ്. മുഖത്തിൽ നിന്ന് എവിടെയെങ്കിലും കഴുകിയാൽ മാത്രം പോരാ. മുഖത്തിന്റെ അതിർത്തിയെക്കുറിച്ച് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലുമുള്ള സ്ഥലമാണ് മുഖം. അപ്പൊ ആ ഒരു സ്ഥലം മുഴുവൻ നമ്മൾ കഴുകണം, മുഖം കഴുകണം. പക്ഷെ പല ആളുകളും മുഖം കഴുകിയതിനു ശേഷം ഒന്ന് നോക്കിയാൽ താടിയെല്ലിന്റെ ഈ ഭാഗത്തൊന്നും നനയാത്ത ഭാഗങ്ങൾ ഉണ്ടാവും. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക. നമുക്കറിയാം അതിന്റെ പൂർണ്ണതക്ക് മുഖസ്സലാത്ത് എന്ന് പറയുന്ന ഈ വുളൂഇന്റെ ബാബിൽ നമുക്ക് കാണാം. പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കഴുകേണ്ട സ്ഥലങ്ങളാണ് മടമ്പുകാലുകളും കൈയിന്റെ മുട്ടുകളും. കൈമുട്ട് നമ്മൾ വളച്ചു പിടിച്ചെങ്കിൽ മാത്രമേ ഈ ചുളിവുകൾ നീരുകയുള്ളൂ, വെള്ളം ചേരുകയുള്ളൂ.
ഇങ്ങനെ വെള്ളം ചേർത്ത് നമ്മൾ 3 പ്രാവശ്യം മുട്ട് ഉൾപ്പെടെ പ്രവാചകന്റെ ചര്യയിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാം കയറ്റി കഴുകുക എന്നുള്ളത്. ഖുർറൻ മുഹജ്ജലീൻ, ഖിയാമത്ത് നാളിൽ കൈകാലുകൾ പ്രശോഭിക്കുന്നവരായി എൻ്റെ സമുദായത്തെ കാണാം ഈ വുളൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ ഈ വുളൂ കയറ്റി കഴുകുന്നതാണ് അവരുടെ അതുകൊണ്ടാണ് ആ ഒരു അടയാളം എന്ന് നമുക്ക് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വുളൂ ചെയ്യണം. കൈകൊണ്ട് കാലുകൾ കഴുകണം. കാലിന്റെ വിരലുകൾക്കിടയിലൂടെ കൈവിരലുകൾ ഇട്ട് ചിക്ക കറ്റി കഴുകണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വുളൂ. തല 1 പ്രാവശ്യമാണ് തടവേണ്ടത്. 2 തള്ളവിരലുകൾ ചെവിയിലേക്ക് പ്രവേശിപ്പിച്ച് കൈയിന്റെ ഭാഗം മുന്നിലേക്ക് വെച്ച് അത് പിന്നിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ മടക്കി വരികയും ചെയ്യുമ്പോഴാണ് തല തടവുന്നതാവല്. പരിശുദ്ധ ഖുർആനിൽ വംസഹു ബി റൂസിക്കും എന്നാണ് പറഞ്ഞത്. വംസഹു മിൻ റൂസിക്കും എന്നതല്ല, തലയിൽ നിന്ന് തടവണം എന്നതല്ല. ഇന്നൊക്കെ നമുക്കറിയാം ആളുകളൊക്കെ തോണ്ടുന്ന രൂപമാണ്. എവിടെയെങ്കിലും ഒരു തോണ്ടൽ 3 തോണ്ടൽ തോണ്ടാം. അതല്ല പ്രവാചകന്റെ വുളൂ. പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ കൈകൊണ്ട് ഒന്ന് അല്പം കുമ്പിട്ട് നിന്ന് കാലുകളുടെ വിരലുകളുടെ ഇടയൊക്കെ അതേപോലെ തന്നെ മടമ്പ് കാലുകളൊക്കെ സൂക്ഷിച്ച് കഴുകി അങ്ങനെയാണ് വുളൂ പൂർണ്ണമായി നിർവഹിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വുളൂ പൂർണ്ണമായി നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നത്. നമ്മൾ അവഗണിച്ചാലോ അത് നമുക്ക് ലഭിക്കൂല. കാരണം തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുന്നു, ദറജകൾ ഉയർത്തുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ തെറ്റുകൾ എങ്ങനെയാണ് മായ്ക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ അത് പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിങ്ങളിൽ ഒരാള് മുഅ്മിനായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു അടിമ വുളൂ ചെയ്യുന്നു. അവൻ മുഖം കഴുകുന്നതോടുകൂടി അവന്റെ കണ്ണിന്റെ മുഴുവൻ ചെറിയ പാപങ്ങളും അതിലൂടെ പുറത്തു കിടക്കും. ആ വെള്ളത്തോടു കൂടി അല്ലെങ്കിൽ അതിലെ അവസാനത്തെ തുള്ളി വെള്ളത്തോടു കൂടി. നമുക്കാർക്കെങ്കിലും അങ്ങനെ ചിന്ത വുളൂ ഉണ്ടാവും ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു കണ്ണിന്റെ തെറ്റ് എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ ഒരിക്കലും അറിയാതെ തന്നെ നമ്മിലേക്ക് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ. ഒന്ന് അങ്ങാടിയിലേക്ക് ഒരു മാർക്കറ്റിലേക്ക് പോയാൽ, ഇനി അതല്ല നമ്മുടെ മൊബൈലിൽ നമ്മൾ പ്രഭാഷണം ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാതെ അന്യ സ്ത്രീകളുടെ ഔറത്തുകളും അതേപോലെ തന്നെ കാണാൻ പാടില്ലാത്ത പല രംഗങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത്തരം ചെറിയ പാപങ്ങളിലായി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ മുഖം കഴുകുന്നതോടുകൂടി ആ ഒരു നീയത്ത് ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് വുളൂഇലെ മുഖം കഴുകുന്നതെങ്കിൽ നമ്മുടെ പാപങ്ങൾ അതിന്റെ പാപം അവിടെ പുറത്തുപോയി. അതേപോലെ തന്നെ കൈയിന്റെ നമ്മൾ തൊട്ടതും പിടിച്ചതുമായ തിന്മകളൊക്കെ ആ കൈ മുട്ട് ഉൾപ്പെടെ കഴുകുന്നതോട് കൂടി 2 കൈകളുടെയും അത് പുറത്തുപോയി. അതേപോലെ തന്നെ കാലുകൾ നമ്മൾ നടന്നത് അനാവശ്യമായ സ്ഥലത്തിലേക്ക് നടന്നത് അതിന്റെ തിന്മകളും പുറത്തുപോയി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രൂപത്തിൽ നല്ല നീയത്തോടു കൂടി വുളൂ പൂർണ്ണമായി നിർവഹിച്ചു. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെട്ടു, അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ ഉയർത്തി. മാത്രമല്ല അതിന് പുറമെ ബാഹ്യമായ ശുദ്ധീകരണം, നമ്മുടെ അവയവങ്ങൾ മലിനതയിൽ നിന്നും അതേപോലെ തന്നെ മ്ലേച്ഛമായ ഈ അഴുക്കിൽ നിന്നും ഒക്കെ ശുദ്ധിയായി. ബാഹ്യമായും അതേപോലെ തന്നെ നമ്മുടെ ചെറു പാപങ്ങളിൽ നിന്നുമൊക്കെ ശുദ്ധിയായി. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ വുളൂ ചെയ്ത് വുളൂ പൂർണ്ണമായി നിർവഹിച്ചു, ഇസ്ബാഗുൽ വുളൂ പൂർണ്ണമായി നിർവഹിച്ചു. സുമ്മ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഒരു റിപ്പോർട്ടിൽ അത്രയാണുള്ളത്. അത്ര ഒരാൾ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് കാണാം. ഇനി മാത്രമല്ല അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നതുകൂടി അവൻ പറഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ അവന് സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ഏത് കവാടത്തിലൂടെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേവലം ഒരു 5 മിനിറ്റ് ചെയ്താൽ കിട്ടുന്ന അതും യഥേഷ്ടം തുറന്നിട്ട് തരുന്ന 8 കവാടങ്ങൾ തുറന്നിട്ട് തരുന്ന ഇത്രമാത്രം വില കുറഞ്ഞതാണോ ഈ സ്വർഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ഗാലിയ, അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റം വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ അൽ ജന്ന, അത് അറിയണം, സ്വർഗമാണ് അത് അള്ളാഹുവിന്റെ വിലപിടിപ്പ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഈ ലോകത്തുള്ള മുഴുവനും അതിലുള്ളതും എല്ലാം ഉൾപ്പെട്ടാലും അതിനോടം എത്തുകയില്ല എന്നതാണ്. അതായത് ഈ ലോകവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണ് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കുന്ന സ്ഥലമെന്ന്. ആ സ്വർഗമാണ് 8 കവാടങ്ങളും മലർക്കെ തുറന്നുകൊണ്ട് ഏതിലൂടെയാണോ ഉദ്ദേശിക്കുന്നത് അതിലൂടെ പ്രവേശിക്കാമെന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മിൽ എത്ര ആളുകൾക്ക് അല്ലാഹു ഇങ്ങനെ തുറന്നിട്ട് തരേണ്ടി വരും? തുറന്നിട്ട് തരേണ്ടി വരികയില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം. കാരണം നമ്മുടെ വുളൂ അങ്ങനെയാണ്, പൂർണ്ണമായി നമ്മൾ ചെയ്യുന്നത് ഈ രൂപത്തിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ല അതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു
എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അത് അള്ളാഹുവിന് മാത്രമാകുന്നു, അതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് എന്ന് അവനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഇതുപോലെ തന്നെ അതിനോടൊപ്പം വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് ഒരു പങ്കുകാരനുമില്ല, കറകളഞ്ഞ തൗഹീദ് അവനെ പ്രഖ്യാപിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അതിനോടൊപ്പം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമയുമാകുന്നു എന്നതും അവനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ പ്രവാചകൻ കാണിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോ ഒരു വുളൂഇലൂടെ സംഭവിക്കുന്നത്, ആ വുളൂഇലൂടെ ഒരു മനുഷ്യൻ നമ്മൾ നേടിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാഹ്യമായ ശുദ്ധീകരണം, അതേപോലെ തന്നെ ചെറുപാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദറജകൾ ഉയർത്തിക്കിട്ടൽ, അതിനോടൊപ്പം തന്നെ ശക്തമായ തൗഹീദി പ്രഖ്യാപനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുമെന്നുമുള്ള ഒരു പ്രഖ്യാപനവുമാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്നത് തന്നെയാണ്. ഇനി അത് മാത്രമല്ല, അതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിക്കേണ്ട വിഷയം, അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുവാൻ വേണ്ടി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹുവിനോട് സംഭാഷണം നടത്തുവാൻ വേണ്ടി അള്ളാഹു യോഗ്യനാക്കി ഇവിടെ എത്തിക്കുന്ന ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള യോഗ്യതയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ബാഹ്യമായ ശുദ്ധീകരിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ അവന് പൂർണ്ണമായി അവൻ ഈ ഉളൂഇന്റെ ഓരോ അവയവങ്ങൾ കഴുകുന്നതിലൂടെ അവന് തെറ്റുകുറ്റങ്ങൾ മായ്ച്ച് പുറത്തു പോയിക്കൊണ്ട്, അതിനുശേഷം തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യ അംഗീകരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ അള്ളാഹുവെ എന്നെ നീ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണമേ, വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ, ശുദ്ധി കൈവരിക്കുന്നവരുടെ കൂട്ടത്തിലും എന്നെ നീ ആക്കണമേ എന്ന് പറയുന്നത്. അത്തരം ഒരു ശുദ്ധിയായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ദിവസവും 5 നേരം നമ്മൾ അവനോട് സംഭാഷണം നടത്താൻ വേണ്ടി വന്നു നിൽക്കേണ്ടതെങ്കിൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, ആ 50,000 വർഷം, നിങ്ങൾ കണക്കാക്കുന്ന 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് കാലം നിൽക്കേണ്ടതുണ്ട്. ആ റബ്ബിനോട് കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, റബ്ബ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു സംഭാഷണം നമുക്ക് റബ്ബിന്റെ മുമ്പിൽ നടത്തണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വെച്ച് എങ്ങനെ തയ്യാറാവണം, എങ്ങനെ ഒരുങ്ങണം, ശാരീരികമായും ബാഹ്യമായും അതേപോലെ നമ്മുടെ ആന്തരികമായും എല്ലാ നിലക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി തൗഹീദ് പ്രഖ്യാപിച്ച് ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് റബ്ബിന്റെ ഏകത്വവും അതേപോലെ തന്നെ എല്ലാം അംഗീകരിച്ച് ഒരു കറകളഞ്ഞ മുവഹിദായെങ്കിൽ മാത്രമേ റബ്ബിന്റെ മുമ്പിൽ നിന്ന് അവരോട് കാര്യങ്ങൾ സംഭാഷണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതുകൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയണം. പറഞ്ഞു വന്നത് വുളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു മേഖലയും അവഗണിച്ച് തള്ളേണ്ട ഒന്നല്ല. നമ്മുടെ ജീവിതത്തിൽ അന്നന്ന് കഴിയുന്ന പാപങ്ങൾ ചെറിയത് മുഴുവനും അന്ന് തന്നെ പുറത്ത് കിട്ടി നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്ന ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ വുളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാതെ, ഇത്തരം ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. പിശാച് നമ്മ അത്തരം ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ബാങ്കിന്റെ പ്രാർത്ഥന നമുക്കറിയാം, ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ എന്താണോ പറയുന്നത് അതുപോലെ ഏറ്റു പറയുകയും എന്നിട്ട് പ്രവാചകന് വസീലയെ ചോദിക്കണം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മുഅദ്ദിന് പറയുന്നത് പോലെ ഏറ്റു പറയുകയും പിന്നീട് എന്നെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുകയും ശേഷം എനിക്ക് വേണ്ടി വസീല ചോദിക്കുകയും ചെയ്താൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന പ്രാർത്ഥന നമുക്കറിയാം, അത് സ്വർഗത്തിലുള്ള അത്യുന്നതമായ ഒരു സ്ഥാനമാണ്. അടിമകളിൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആ അടിമ ഞാനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല ചോദിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഷഫാഅത്ത് അവന് കരസ്ഥമാകും. ആ മഹ്ശറിൽ അത്രമാത്രം ചൂടിൽ എരിപൊരി കൊള്ളുന്ന ആ ഒരു സംരംഭത്തിൽ പ്രിയമുള്ള സഹോദരന്മാർ, അവിടെ നമുക്ക് ശുപാർശ ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ മാത്രമാണ് അവിടെ ആദ്യമായി ഫലം ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാം. ആ ശുപാർശ ലഭിക്കുവാനുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ബാങ്കിന്റെ തർജീഉം ശേഷമുള്ള പ്രാർത്ഥനയും പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ അത് അറിയാമെങ്കിലും തുടക്കത്തിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതുവരെയൊക്കെ നമ്മൾ തർജീ നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെ ഹയ്യാല സ്വല എത്തുമ്പോഴേക്കും ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോള് വന്നിട്ടോ എങ്ങനെങ്കിലും അതിൽ നിന്ന് നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇത് പിശാചിന്റെ ഒരു പ്രത്യേകമായ ഒരു പണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്
അവനെതിൽ ശക്തമായ ജിഹാദ് പ്രഖ്യാപിച്ച് ഇവിടെ എനിക്ക് ഈ പ്രതിഫലം ലഭിക്കണമെന്ന ആ ഒരു ചിന്തയോടുകൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം നമ്മുടെ ജീവിതത്തിൽ പരലോകത്തും ഈ ലോകത്തുമൊക്കെ നേട്ടമുണ്ടാവുക. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കുന്നതായി നമുക്ക് കാണാം. ഒരു നന്മയും നന്മയാണെന്ന് ബോധ്യമായാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് ബോധ്യമായാൽ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. തിന്മയാണ്, അത് റസൂലുള്ള വിലക്കിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെയും ഇഷ്ടാനിഷ്ടം നോക്കാതെ നമ്മൾ പരിപൂർണമായും അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവന്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുവഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെയായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, റബ്ബേ നിന്റെ മഹത്തായ രോഗശമനം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ വിശ്വാസികൾ, മാതാപിതാക്കൾ, റബ്ബേ നിന്റെ മഹത്തായ മഗ്ഫിറത്തും റഹമത്തും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله.